Good morning, all. Welcome to Abide in God. Myself, RJ Priya from Vendur Voice, the voice of God through us. സൂര്യനാണോ കാറ്റാണോ ശക്തൻ? ഇങ്ങനെയൊരു ചോദ്യം അന്നുവരെ ആരും ചോദിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അന്നൊരു മേഘം ചോദിച്ചു. രണ്ടുപേരും താനാണ് ശക്തൻ എന്ന് വാദിച്ചു. അപ്പോൾ മേഘം പറഞ്ഞു, വെറുതെ തർക്കിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല, എനിക്കൊന്ന് തെളിയിച്ചു തരണം. സൂര്യനും കാറ്റും വെല്ലുവിളി സ്വീകരിച്ചു. താഴെ ഭൂമിയിലൂടെ ഒരു മനുഷ്യൻ പോകുന്നത് മേഘം അവർക്ക് കാണിച്ചു കൊടുത്തു. ആ മനുഷ്യന് ധരിച്ചിരിക്കുന്ന കോട്ട് ആരാണ് ആദ്യം അഴിച്ചു മാറ്റുന്നത് അവനായിരിക്കും ഏറ്റവും ശക്തൻ. ആദ്യത്തെ ഊഴം കാറ്റിനായിരുന്നു. കാറ്റ് ശക്തിയായി വീശാൻ തുടങ്ങി. മനുഷ്യൻ കോട്ട് ശരീരത്തോടെ ചേർത്ത് പിടിച്ചു നടന്നു. പിന്നെയും കുറച്ചും കൂടി ശക്തിയിൽ കാറ്റ് വീശാൻ തുടങ്ങി. മനുഷ്യൻ തണുത്തു വിറയ്ക്കാൻ തുടങ്ങി. കോട്ട് കുറച്ചും കൂടി ചേർത്ത് പിടിച്ചു. ഇത് കണ്ട് ദേഷ്യം വന്ന് കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി. പാവം മനുഷ്യൻ, അയാൾ തന്റെ കോട്ട് ഇറുകിപ്പിടിച്ച് കാറ്റ് ശമിക്കുന്നതുവരെ കാത്ത് നിലർത്ത് തളർന്നു കിടന്നു. ഒടുവിൽ കാറ്റ് തോൽവി സമ്മതിച്ച് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. അടുത്ത ഊഴം നമ്മുടെ സൂര്യനായിരുന്നു. സൂര്യൻ ഇളം ചൂട് ഭൂമിയിലേക്ക് അയച്ചു. തണുത്ത് വിറച്ചു കിടക്കുന്ന മനുഷ്യന് ആശ്വാസമായി അദ്ദേഹം യാത്ര ആരംഭിച്ചു. സൂര്യൻ പതുക്കെ പതുക്കെ തന്റെ താപം അല്പം അല്പം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം വിയർത്തൊഴുകി ഒടുവിൽ കോട്ടഴിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും കാറ്റിനെ പോലെ ആകാറുണ്ട് നമ്മൾ. ചില ലക്ഷ്യങ്ങൾ നേടാൻ പിടിവാശികളും പിടിക്കാറുണ്ട്. അത് ചുറ്റുമുള്ളവരെ എത്രയധികം വേദനിപ്പിക്കും എന്ന് നമ്മൾ ഓർക്കാറില്ല. പക്ഷേ പരാജയം നമുക്ക് തന്നെയായിരിക്കും. ബലപ്രയോഗത്തിലൂടെ സാധിക്കാത്തത് ക്രമത്തിലും പടിപടിയായി ശ്രമിച്ചാൽ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ സൂര്യനെ പോലെ ആകുന്നിടത്താണ് നമ്മുടെ വിജയം. ജീവിതത്തിലെ പിടിവാശികൾ നമുക്ക് വേണ്ടെന്ന് വെക്കാം. പകരം വിവേകമുള്ള തീരുമാനങ്ങളോടെ മുൻപോട്ട് പോകാം. സ്റ്റേ ട്യൂൺ വിത്ത് വെണ്ടൂർ വോയിസ്, ദി വോയിസ് ഓഫ് ഗോഡ് ത്രൂ us.
വെൽക്കം ബാക്ക് ടു അബൈഡ് ഇൻ ഗോഡ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വിശുദ്ധൻ സെയിന്റ് ജുവാൻ ഡീഗോയെ കുറിച്ചാണ്. വിശുദ്ധ ജുവാൻ ഡീഗോ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ റോമൻ കത്തോലിക്ക തദ്ദേശീയ വിശുദ്ധനായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തോട് അസാധാരണ ഭക്തി ജുവാൻ ഡീഗോയ്ക്കുണ്ടായിരുന്നു. 1524 ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ ഒരു സംഘം മെക്സിക്കോയിലെത്തിയപ്പോൾ അദ്ദേഹവും ഭാര്യ മരിയ ലൂസിയും കത്തോലിക്ക മതം സ്വീകരിച്ചു. അന്ന് ആ പ്രദേശത്ത് കത്തോലിക്ക മതം സ്വീകരിക്കുന്ന വ്യക്തികൾ ഇവരായിരുന്നു. ഒരിക്കൽ ജുവാൻ വഴിമധ്യേ പ്രസന്നവതിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. പുറംജാതീയ ക്ഷേത്രത്തിന്റെ സ്ഥലമായ ടെപ്പയാക് കുന്നിൽ അവർ അവളുടെ ബഹുമാനാർത്ഥം ഒരു ചാപ്പൽ പണിയണമെന്ന് അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. ആദ്യം ജുവാൻ ഡീഗോയ്ക്ക് ഈ സംഭവം ഒന്നും മനസ്സിലായില്ല. പിന്നീട് ഈ പ്രസന്നവതിയായ സ്ത്രീ പരിശുദ്ധ കന്യകാമറിയമാണ് എന്ന് ജുവാൻ ഡീഗോയ്ക്ക് ദേവാരുളപ്പാടുണ്ടായി. ജുവാൻ ഈ കാര്യങ്ങൾ ബിഷപ്പിനെ സമീപിച്ച് പറഞ്ഞു. എന്നാൽ ബിഷപ്പ് ഈ സംഭവം നടന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി തെളിവുകളും അടയാളങ്ങളും ആവശ്യപ്പെട്ടു. ജുവാൻ ഡീഗോയ്ക്ക് ഒരിക്കൽ കൂടി പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ടു. നടന്ന കാര്യങ്ങളെല്ലാം ജുവാൻ പറഞ്ഞു. എന്നാൽ അടയാളം ഉടനെ തന്നെ നൽകുമെന്ന് മാതാവ് ഉറപ്പു നൽകി. പിറ്റേ ദിവസം സുഖമില്ലാത്ത അമ്മാവനെ പരിചരിക്കാൻ ജുവാൻ കൂടെയായിരുന്നതുകൊണ്ട് അന്നത്തെ ദിവസം മാതാവുമായുള്ള കൂടിക്കാഴ്ച നടന്നില്ല. എന്നാലും തന്റെ അമ്മാവനു വേണ്ടി ഒരു പുരോഹിതനെ കണ്ടെത്താൻ പോകുന്ന വഴിമധ്യേ മാതാവ് ജുവാൻ ഡീഗോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. പൂക്കൾ നിറച്ച ഒരു മേലങ്കി അവന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ബിഷപ്പിന് ഇതൊരു അടയാളമായി കൊടുക്കാൻ നിർദ്ദേശിച്ചു. പരിശുദ്ധ മറിയം പറഞ്ഞതുപോലെ പൂക്കൾ നിറച്ച മേലങ്കി ജുവാൻ ബിഷപ്പിന് സമ്മാനിച്ചു. മാത്രമല്ല, മേലങ്കി തുറന്നപ്പോൾ അതിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മുഖം പതിഞ്ഞിട്ടുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇതൊരു അടയാളമായി ബിഷപ്പ് അംഗീകരിക്കുകയും മാതാവിന്റെ ബഹുമാനാർത്ഥം ടെപ്പയാക് കുന്നിൽ പള്ളി പണിയാൻ തീരുമാനിച്ചു. പിന്നീട് ആ സ്ഥലം ഗാഡലൂപ്പ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ബസിലിക്ക ഓഫ് ഗാഡലൂപ്പ് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന കത്തോലിക്ക ആരാധനാലയങ്ങളിൽ ഒന്നായി മാറി. സെയിന്റ് ജുവാൻ ഡീഗോയുടെ തിരുനാൾ ഡിസംബർ 9 ആഘോഷിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം തദ്ദേശവാസികളുടെ രക്ഷാധികാരിയാണ്. Stay tuned with Vendoor Voice, the voice of God through us. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണം പ്രിയനെ, ആത്മനിറവിൽ ജീവിക്കുവാൻ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണം പ്രിയനെ, ആത്മനിറവിൽ ജീവിക്കുവാൻ. യേശുവേ അങ്ങെ പോലെയാകാൻ അഭിഷേകം പകരണം നാഥ. യേശുവേ അങ്ങെ പോലെയാകാൻ അഭിഷേകം പകരണം നാഥ. ആത്മാവാൻ നിറഞ്ഞവരാൻ നാം എത്ര ശോഭിതരാ. അഭിഷേകം കവിഞ്ഞൊഴുകും നാം എത്ര ശ്രേഷ്ഠ ജനം. ദൂതന്മാർ പോലും താണിറങ്ങും നമ്മോടൊത്ത് ആരാധിപ്പാൻ. ദൂതന്മാർ പോലും താണിറങ്ങും നമ്മോടൊത്ത് ആരാധിപ്പാൻ. ജയകരമാം ക്രിസ്ത്യ ജീവിതം ചെയ്യുവാൻ കൃപ എന്നിൽ പകരണം അനുദിനവും. ജയകരമാം ക്രിസ്ത്യ ജീവിതം ചെയ്യുവാൻ കൃപ എന്നിൽ പകരണം അനുദിനവും. വിശ്വാസ പോരിൽ വീണുടയാതെന്നെ ജയാളിയായി നിർത്തേണം ഭൂവിൽ. വിശ്വാസ പോരിൽ വീണുടയാതെന്നെ ജയാളിയായി നിർത്തേണം ഭൂവിൽ. ആത്മാവാ
പകരാം. അഭിഷേകം കവിഞ്ഞൊഴുകും, നാം എത്ര ശ്രേഷ്ഠ ജനം. ദൂതന്മാർ പോലും താണിറങ്ങും, നമ്മോടൊത്ത് ആരാധിപ്പാൻ. ദൂതന്മാർ പോലും താണിറങ്ങും, നമ്മോടൊത്ത് ആരാധിപ്പാൻ. ഞാനുണരാൻ ദൈവസഭയുണരാൻ ദേശമെല്ലാം ഉണർന്നൊന്നായി കൂടാൻ. ഞാനുണരാൻ ദൈവസഭയുണരാൻ ദേശമെല്ലാം ഉണർന്നൊന്നായി കൂടാൻ. ലോകം മുഴുവൻ ക്രിസ്തേശുവിലാകാൻ ഉയരട്ടെ ഉണർവിൻ തീനാളങ്ങൾ. ലോകം മുഴുവൻ ക്രിസ്തേശുവിലാകാൻ ഉയരട്ടെ ഉണർവിൻ തീനാളങ്ങൾ. ആത്മാവാ നിറഞ്ഞവരാ, നാം എത്ര ശോഭിതരാ. അഭിഷേകം കവിഞ്ഞൊഴുകും, നാം എത്ര ശ്രേഷ്ഠ ജനം. ദൂതന്മാർ പോലും താണിറങ്ങും, നമ്മോടൊത്ത് ആരാധിപ്പാൻ. ദൂതന്മാർ പോലും താണിറങ്ങും, നമ്മോടൊത്ത് ആരാധിപ്പാൻ. വെൽക്കം ബാക്ക് ടു അബൈഡ് ഇൻ ഗോഡ്. ഡിസംബർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ഈശോയുടെ ജനനം, ക്രിസ്മസ് ആണ്. അതിനുപരി പല നിറത്തിലും ടേസ്റ്റിലും രൂപത്തിലും ലഭിക്കുന്ന നമ്മളെ കൊതിപ്പിക്കുന്ന കേക്കുകളുടെ ഓർമ്മകൾ. കേക്കും നമ്മൾ ക്രിസ്ത്യാനികളുമായി ചെറിയൊരു ആത്മബന്ധം പണ്ടുമുതലേ ഉണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജീവിതത്തിന്റെ പുതിയൊരു വർഷം അല്ലെങ്കിൽ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടം കടന്നു പോകുന്നത് അടയാളപ്പെടുത്തുന്നതിനായിട്ട് തുടങ്ങിയ ഒരു ആചാരമാണ് കേക്ക് കട്ടിംഗ്. യേശുവിന്റെ ജനനത്തെ തിരിച്ചറിയാൻ ഒരു കേക്ക് ചുട്ടെടുക്കുന്ന ഒരു ക്രിസ്മസ് പാരമ്പര്യം വളർന്നു എന്നത് സ്വാഭാവികം. യേശുവിനെ ഒരു ജന്മദിന കേക്ക് എവിടെ നിന്നാണ് എന്ന കൃത്യമായി വിവരങ്ങളില്ലെങ്കിലും ഈ ഒരു പാരമ്പര്യം 100 വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. ഒരു അവധിക്കാല പാരമ്പര്യം ജർമ്മനിയിൽ ആരംഭിച്ചതാകാം എന്ന് കരുതപ്പെടുന്നു. ക്രിസ്തുവിന്റെ ജനനം മധ്യകാലം ഘട്ടം മുതൽ കൂടുതൽ മതപരമായ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു എന്നതിന് തെളിവാണ്. രസകരമായ ഈ കേക്ക് കഥകൾ തുടരും. ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ സോങ്, സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് വെണ്ടൂർ വോയിസ്, വോയിസ് ഓഫ് ഗോഡ് ത്രൂ us. ആരാധന
വെൽക്കം ബാക്ക് ടു അബൈഡ് ഇൻ ഗോഡ്. അപ്പോൾ കേക്കുകളുടെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പല നിറങ്ങളിലും നമുക്ക് ലഭിക്കുന്ന കേക്കുകൾ പണ്ടൊക്കെ ഒറ്റ നിറത്തിൽ മാത്രം ലഭിച്ചിരുന്നുള്ളൂ. മാത്രമല്ല, കേക്കിന് ചില ക്രിസ്തീയ പ്രതീകങ്ങളുണ്ട്. ഈ ഒരു പാരമ്പര്യം 100 വർഷങ്ങൾക്ക് മുൻപേ നിലനിന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കേക്കിനെ സംബന്ധിച്ച് ചില വിശ്വാസങ്ങളും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. കേക്കുകൾ സാധാരണമായി വെളുത്ത നിറങ്ങളിലായിരുന്നു. അത് യേശുവിന്റെ വിശുദ്ധിയെ പ്രതിനിധീകരിക്കുന്നു. അന്നത്തെ ഐസിങ് കേക്കുകൾ ഇന്ന് നമുക്ക് പല നിറങ്ങളിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ അത് ചുവപ്പ് നിറത്തിലായിരുന്നു അന്നത്തെ ഐസിങ് കേക്കുകൾ. ഇത് ഈശോ മനുഷ്യപുത്രനായി വളർന്ന് പാപികൾക്ക് വേണ്ടി രക്തം ചിന്തും എന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ, അതായത് കേക്ക് ചുട്ടു പഴുപ്പിക്കുമ്പോൾ അത് ഉയർന്നു വരുന്നത് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ സൂചിപ്പിക്കുന്നു. കേക്കിന് മുകളിൽ നിൽക്കുന്ന ഒരൊറ്റ മെഴുതിരി ക്രിസ്തു ലോകത്തിലേക്ക് കൊണ്ടുവന്ന പ്രകാശത്തിന്റെ പ്രതീകമാകുന്നു. ചില സന്ദർഭങ്ങളിൽ ജ്ഞാനികൾ ഉണ്ണീശോയെ സന്ദർശിക്കുന്നതിന് പിന്തുടർന്ന നക്ഷത്രത്തിന്റെ വെളിച്ചത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനിയായി തീരുന്ന ഏതൊരാൾക്കും കാത്തിരുന്ന അത്ഭുതകരമായ ജീവിതം വിശദീകരിക്കാൻ ഈ ഒരു മധുരരുചിക്ക് കഴിയുന്നു. അപ്പോൾ നമുക്കൊരു നല്ല പാട്ട് കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് വെണ്ടൂർ വോയിസ്, ദി വോയിസ് ഓഫ് ഗോഡ് ത്രൂ us.
വെൽക്കം ബാക്ക് ടു അബൈഡ് ഇൻ ഗോഡ്. ഒരിക്കൽ ഒരു പുരോഹിതന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നു. രാത്രി 11 മണിക്കാണ് അച്ഛന്റെ ഡോറിൽ ചെന്ന് മുട്ടുന്നത്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ, എന്തൊക്കെയോ ഭാരമൊക്കെ പോലെ തോന്നുന്നു. കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ, നിന്റെ ഈ ചിന്തയെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇപ്പോൾ രാത്രി 11 മണിയായി. മോൻ നാളെ രാവിലെ കുർബാനയ്ക്ക് ശേഷം വരൂ, നമുക്ക് സംസാരിക്കാം. ആ ചെറുപ്പക്കാരൻ കുറെ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും അവസാനം കുറച്ച് വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ഉണ്ടായത്. കുറച്ച് സസ്പെൻസ് നിർത്തി നമുക്ക് നല്ല സോങ് കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് വെണ്ടൂർ വോയിസ്, ദി വോയിസ് ഓഫ് ഗോഡ് ത്രൂ us. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായത്, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായത്. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.
ശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വെൽക്കം ബാക്ക് ടു അബൈഡ് ഇൻ ഗോഡ്. മൈസെൽഫ് RJ പ്രിയ വിത്ത് യു. അങ്ങനെ നമ്മുടെ കഥ തുടരുകയാണ്. പിറ്റേ ദിവസം അച്ഛൻ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ദുരന്ത വാർത്ത കേട്ടിട്ടാണ്. ഇടവകയിലെ ഒരു അംഗം അച്ഛനോട് പറഞ്ഞു, അച്ഛ, നമ്മുടെ ഇടവകയിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ പലരും പല കാരണങ്ങളാണ് പറയുന്നത്. അച്ഛൻ ആ ചെറുപ്പക്കാരന്റെ ഫോട്ടോ കാണുവാനിടയായി. ഫോട്ടോ കണ്ടതും അച്ഛൻ കുറച്ച് ഞെട്ടലോടെ കസേരയിൽ ഇരിക്കുകയാണ് ചെയ്തത്. തലേ ദിവസം രാത്രിയിൽ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞെത്തിയ ചെറുപ്പക്കാരനായിരുന്നു അത്. പലരും പല കാരണങ്ങളാണ് പറയുന്നത്, പക്ഷെ യഥാർത്ഥ കാരണം അറിയുന്നത് ഒരേ ഒരാൾക്കാണ്. അത് ഈ പുരോഹിതനാണ്. പുരോഹിതൻ ഒന്ന് ചിന്തിച്ചു. ഒരു 5 മിനിറ്റ് അവനെ കേട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അവന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് വെണ്ടൂർ വോയിസ്, ദി വോയിസ് ഓഫ് ഗോഡ് ത്രൂ us. സ്വർഗേ വിരുദിനായി ലോകെ ഞാൻ എന്നോട്ടം തികച്ചു, സ്വർഗേ വിരുദിനായി പരന്നിടും ഞാൻ മറുരൂപമായി പരനേശ്വരാജൻ സന്നിധോ. പരന്നിടും ഞാൻ മറുരൂപമായി
വെൽക്കം ബാക്ക് ടു അബൈഡ് ഇൻ ഗോഡ്. 2017 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ബിഗ് കൺസേൺ ആയി എടുത്തിരുന്നത് ഡിപ്രഷനെയാണ്. ഇന്നും കോവിഡിന്റെ ഈ സമയത്ത് കുറെ ആളുകൾ ഡിപ്രഷന് അടിമകളായിട്ടുണ്ട്. ഇതിന് സൊല്യൂഷനായി WHO തന്നെ ഒരു സ്ലോഗൻ ഇറക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ടോക്ക് എന്നതാണ് ഈ സ്ലോഗൻ. വരൂ, നിങ്ങൾ സംസാരിക്കൂ, ഞാൻ കേൾക്കാം. ഇത്രയും വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ഇപ്പോഴും നിങ്ങൾ ഈ റേഡിയോയിലൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ കേട്ടുകൊണ്ടിരിക്കൂ, സ്റ്റേ ട്യൂൺ. നമുക്കൊരു നല്ല സോങ്ങിലേക്ക് പോകാം. ദിസ് ഇസ് വെണ്ടൂർ വോയിസ്, ദി വോയിസ് ഓഫ് ഗോഡ് ത്രൂ us. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി. കാൽവരി മലമേൽ നോക്കു നീ, കാൽവരി മലമേൽ നോക്കു നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. രക്ഷിതാവിനെ കാൺക പാപി. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേറുന്നിന് കേണ്ട നിൻ ഉള്ളിൽ നീ
കാൺക പാപി. ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. വെൽക്കം ബാക്ക് ടു അബൈഡ് ഇൻ ഗോഡ്. മൈസെൽഫ് RJ പ്രിയ വിത്ത് യു. ഇന്ന് നമ്മുടെ ലോകത്ത് കേൾക്കപ്പെടാതെ പോകുന്ന ചില ശബ്ദങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് അത് ആഫ്രിക്കയിലുള്ള പട്ടിണി പാവങ്ങളുടെയാണ്, അത് വേറെ വല്ല നഗരങ്ങളിൽ നിന്നാണ് എന്നൊക്കെ. അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്, നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്നാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ അബദ്ധങ്ങളും തെറ്റുകളുമൊക്കെ ക്ഷമിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഡിപ്രഷൻ എന്ന കാര്യത്തെ അതിജീവിക്കാനുള്ള മാർഗം ലെറ്റ്സ് ടോക്ക്. വരൂ, നിങ്ങൾ സംസാരിക്കൂ, ഞാൻ കേൾക്കാം. നമുക്കൊക്കെ 2 ചെവികളാണുള്ളത്. നമ്മൾ മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാവുമ്പോൾ, ഒന്ന് മനസ്സ് കാണിക്കുമ്പോൾ, നാം അവരെ ജീവിതത്തിലോട്ട് പിടിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. This is RJ Priya signing off from Vendoor Voice, the voice of God through us. എന്നേശുവിൻ മുൻപിൽ ഞാൻ വീണിടുന്നീതാ.
തേനിലുമധികം പ്രാണനെ തണുപ്പിക്കും നീരുരാവേ എൻ്റെ നാവിനു മധുരം തേനിലുമധികം പ്രാണനെ തണുപ്പിക്കും നീരുറവേ. എനിക്കായിട്ടൊന്നും ഞാൻ നേടിയില്ലെങ്കിലും നേടുന്നതെല്ലാം നിൻ നന്മയല്ലോ. എനിക്കായിട്ടൊന്നും